ഇതാണ് നമ്മുടെ ഗ്രൗണ്ട് ഫ്ലോറിന്റെ പ്ലാൻ വന്നിരിക്കുന്നത്. അതെ. ഓക്കെ, ഇത് കാർ പോർച്ച്, ഇത് എൻട്രി, ഇത് ലിവിംഗ് റൂം, ബെഡ്റൂം വിത്ത് അറ്റാച്ച്ഡ്, ഇത് ഡബ് റൂം, സ്വിമ്മിംഗ് പൂള്, ഡൈനിങ്, കിച്ചൺ, യൂട്ടിലിറ്റി, ഇത് സ്റ്റെയർ. ഫസ്റ്റ് അറിയേണ്ടത് ഇതൊരു പ്രീമിയം വർക്കാണോ അതോ ഒരു മീഡിയം ബഡ്ജറ്റ് ആണോ ഉദ്ദേശിക്കുന്നത്? മീഡിയം ബഡ്ജറ്റ് മതി. ഒരു മീഡിയം ബഡ്ജറ്റ്. നമുക്ക് അനാവശ്യമായിട്ടുള്ള ഒരു ഇതും വേണ്ട. നമുക്ക് റിക്വയർമെന്റ് നമുക്ക് റിച്ച് ലുക്ക് വേണമെന്നേ ഉള്ളൂ. അതെ, പക്ഷെ നമ്മള് അതുപോലെ ആവശ്യമില്ലാതെ കുത്തി നിറയ്ക്കുന്ന അങ്ങനെ ഉള്ള നമുക്ക് ഞങ്ങൾക്ക് ഫോൾ സീലിംഗ് പോലും ഞങ്ങൾക്ക് താല്പര്യമില്ല. ഈ ലൈറ്റ്സ്, വാൾ ഡെക്കർ, പിന്നെ ജിപ്സം വർക്ക് അതെല്ലാം നമുക്ക് ആഡ് ചെയ്താലോ? വേണ്ട, ജിപ്സം വർക്ക് ഒന്നും വേണ്ട. അതൊന്നും വേണ്ട. വേണ്ട. ഓക്കെ, നമുക്ക് അത്യാവശ്യം എലിവേഷൻ ആണ് എന്ന് പറഞ്ഞാൽ വർക്ക് ഹോൾഡ് ചെയ്തിരിക്കുക, എലിവേഷൻ ആവാത്ത. ഫസ്റ്റ് നമുക്ക് എലിവേഷൻ എക്സ്റ്റീരിയർ ആണല്ലേ ആവശ്യം? അതെ, എക്സ്റ്റീരിയർ ആണ് നമുക്ക് ആവശ്യം. ഓക്കെ ശരി. അപ്പൊ നമുക്ക് എക്സ്റ്റീരിയറിലേക്ക് കിടക്കാം. എക്സ്റ്റീരിയർ ഏതാണ്? ട്രഡീഷണൽ ആണോ അതോ മോഡേൺ വർക്ക് ആണോ ഉദ്ദേശിക്കുന്നത്? ട്രഡീഷണൽ അല്ല, ഒരു കൊളോണിയൽ ടൈപ്പ് ആണ്. അതായത് ബോക്സ് ടൈപ്പ്. ബോക്സ് ടൈപ്പ് ആണല്ലേ ഉദ്ദേശിക്കുന്നത്? അതെ. ഓക്കെ, നമുക്ക് ഫസ്റ്റ് ഫ്ലോറിന്റെ പ്ലാനും കൂടെ ഷെയർ ചെയ്തിരുന്നു. എന്താണ്? ഞങ്ങൾ കുറച്ച് ഫോട്ടോസ് ഷെയർ ചെയ്തിരുന്നു. ഫോട്ടോസ്? എന്തിന്റെ ഫോട്ടോസ്? ഞാൻ നമ്മുടെ ഇന്നലെ വിളിച്ച എന്തെങ്കിലും റെഫറൻസ് കൈവശം വെച്ചിട്ടുണ്ടോ? ഉണ്ട്. എങ്കിൽ അത് ഈ നമ്പറിലേക്കും കൂടെ ഒന്ന് ഷെയർ ചെയ്ത് തരുമോ? ഞാൻ ചെയ്യാം. ഓക്കെ. ഇപ്പൊ ചെയ്യണോ? ഈ മീറ്റിംഗ് കഴിഞ്ഞിട്ട് ഷെയർ ചെയ്താൽ മതി. മീറ്റിംഗ് കഴിഞ്ഞിട്ട് ചെയ്യാം. ഇത് ഗ്രൗണ്ട് ഫ്ലോർ, ഇത് ഫസ്റ്റ് ഫ്ലോർ. നമുക്കൊരു മോഡേൺ ഒരു എക്സ്റ്റീരിയർ ആണ് ഉദ്ദേശിക്കുന്നത്. പിന്നെ ബോക്സ് ടൈപ്പ് അല്ല ഉദ്ദേശിക്കുന്നത് പറഞ്ഞത്? ബോക്സ് ടൈപ്പ് ആണ്, സ്ലോപ്പിംഗ് റൂഫ് അല്ല. എല്ലാം ബോക്സ് ടൈപ്പ് ആണ് ഉദ്ദേശിക്കുന്നത്. പിന്നെ ഇത് ഫസ്റ്റ് ഫ്ലോറിന്റെ പ്ലാനാണ്. ഫസ്റ്റ് ഫ്ലോറിൽ ബെഡ്റൂം, ടോയ്ലറ്റ്, ബെഡ്റൂം അറ്റാച്ച്ഡ്, ലിവിംഗ്, ബാൽക്കണി. ഈ ബാൽക്കണി ഒക്കെ എന്താ ഗ്ലാസ് ആണ് ഉദ്ദേശിക്കുന്നത്? അല്ല, ബാലിസ്റ്റേഴ്സ് ആണ്. അത് നമ്മള് കുറെ അയച്ചിട്ടുണ്ടായിരുന്നു അതിന്റെ റെഫറൻസിന് വേണ്ടി. ഓക്കെ, അതും കൂടെ സെൻഡ് ചെയ്തല്ലേ. പിന്നെ നമ്മൾ ഫ്രണ്ട് എലവേഷന് ഈ സ്റ്റോൺ വർക്ക് അങ്ങനെയൊക്കെ ഉദ്ദേശിക്കുന്നുണ്ട്? പാരപ്പറ്റ്, സ്റ്റോൺ വർക്ക്, പർഗോള? ഒന്നുമില്ല. ഓക്കെ, നമുക്ക് തൂണുണ്ട്, ഒരു 3 തൂണുണ്ട്. അത് സ്ക്വയർ ആണ്, ഉരുണ്ടതല്ല. സ്ക്വയർ ആണ്. അത് ആ വരാന്തയില് ചെന്ന് ബാലിസ്റ്റേഴ്സ് ഇടയ്ക്ക് വരും, നടുക്കൊരു ഒന്ന് വരും, പിന്നെ ആ രണ്ട് വശത്തും. നമ്മൾ ആ ഫോട്ടോസ് ഷെയർ ചെയ്യുമ്പോൾ മനസ്സിലാവും. ഒന്ന് ഷെയർ ചെയ്യണേ. ഹലോ, അങ്ങനെയാണ് ഉദ്ദേശം. ഇത് നിങ്ങൾക്ക് നല്ല കുറച്ചുകൂടെ എന്തെങ്കിലും നല്ല തരാനുണ്ടെങ്കിൽ. ഞാൻ ഇന്നലെ ബിനോജിന് അത് ഷെയർ ചെയ്തിരുന്നു. ഞാൻ ഈ നമ്പറിൽ ഷെയർ ചെയ്യണമെന്ന് പറഞ്ഞെങ്കിൽ ഞാൻ അതുകൂടെ ഷെയർ ചെയ്ത് തന്നെ. ബിനോജ് ഇന്നലെ ആദ്യം കോണ്ടാക്ട് ചെയ്തില്ലേ? ബിനോജിന് ഞാൻ കംപ്ലീറ്റ് ഞങ്ങളുടെ ഇതുവരെയുള്ള കളക്ഷൻ എല്ലാം ഞങ്ങൾ. ഓക്കെ, അത് ഈ ഫോണിലേക്ക് ഒന്ന് ഷെയർ ചെയ്യണേ. അത് ചെയ്യാം. ഓക്കെ, ഈ എക്സ്റ്റീരിയറിൽ എന്താണ് എക്സ്റ്റീരിയറിനെ പറ്റിയുള്ള ഒരു കൺസെപ്റ്റ് അതൊന്ന് പറയോ? അതായത് നമ്മുടെ ഇപ്പോഴത്തെ മോഡേൺ വർക്ക് ആണോ ഉദ്ദേശിക്കുന്നത്? ബോക്സ് ടൈപ്പില് പലതരത്തിലെ വർക്കും വരും. അപ്പൊ അതില് പിന്നെ ബാക്ക്ഗ്രൗണ്ട്, അതായത് നിറയെ ചെടികള്, ഗാർഡൻ അങ്ങനത്തെ ഒരു ഇതാണോ അതോ പ്ലെയിൻ ആയിട്ടാണോ? ചെടികൾ വരും. ഓക്കെ, പ്ലാന്റ്സ് ഉണ്ട്. പ്ലാന്റ്സ് അകത്ത് ഇൻഡോർ പ്ലാന്റ്സ് വരും. ഓക്കെ, വരാന്തയിലൊക്കെ വരും, വീടിനകത്ത്. എക്സ്റ്റീരിയറിൽ വരും. ചുവരിലൊന്നും വരത്തില്ല. ഏതാണ്? പിന്നെ പടർത്തി വരും. ഓക്കെ, എൻട്രി സിറ്റ് ഔട്ട് ഇതാണല്ലേ വരുന്നത്? സിറ്റ് ഔട്ട് നല്ല വിൻഡോസ് ഒക്കെ നന്നായിരിക്കണം, വലുതായിരിക്കണം. വലിയ വിൻഡോസ് ആയിരിക്കണം, അതായത് ഫ്രഞ്ച് വിൻഡോസ്. ഓക്കെ, വിൻഡോസ് എല്ലാം വുഡിലാണോ ഉദ്ദേശിക്കുന്നത്? അല്ല, ഗ്ലാസ് ടൈപ്പ് ഉണ്ടോ? ഗ്ലാസ് ടൈപ്പ് ഉദ്ദേശിക്കുന്നുണ്ടോ? ഗ്ലാസ് ആണ്. ഓക്കെ, ഫുള്ള് ഗ്ലാസ് ആണ്. നമുക്ക് ഫസ്റ്റ് സിറ്റ് ഔട്ടിന്റെ കാര്യം നോക്കാം. ഇതാണ് എൻട്രി പോർഷൻ വരുന്നത്. സിറ്റ് ഔട്ട് എങ്ങനെ ഉദ്ദേശിക്കുന്നത്? നമ്മുടെ പ്ലെയിൻ വന്നിട്ടാണോ ഉദ്ദേശിക്കുന്നത്?
സിറ്റ് ഔട്ട് അതെ വരാന്തേ. ആ ഇത് വരാന്ത, എൻട്രി ഡെക്ക്. ആ വരാന്ത ഞാൻ പറഞ്ഞില്ലേ, ബാലിസ്റ്റേഴ്സ് കൊടുത്തിട്ട് ആ ആ ഒരു 3 തൂണ് ഈ തൂണ് ബാലസ്റ്റേഴ്സ് വെച്ച് കണക്ട് ചെയ്യും. കണക്ട്. ഓക്കെ ഓക്കെ, ആ ഒരു രീതിയിലാണ് ഉദ്ദേശിച്ചത്. അതിനകത്തൊരു സ്വിംഗ് ഒക്കെ ഇട്ട് നല്ല ഒരുപാട് ഫർണിച്ചർ ഒന്നും ഇട്ട് നിറയ്ക്കാതെ നല്ലൊരു ഓപ്പൺ വരാന്തയാണ് ഞങ്ങൾക്ക്. ഒരു ചെറിയ സ്വിങ് അങ്ങ് അറ്റത്ത് കൊടുക്കാൻ താല്പര്യം. ഓക്കെ, കാർപോർച്ച് ഇവിടെ ആയിരിക്കും അല്ലേ വേണ്ടത്? ബിനോജ് വിളിക്കുന്നുണ്ട്. ഓക്കെ ഓക്കെ, കോളിലാണെന്ന് മനസ്സിലായി കാണാം. ഓക്കെ ഓക്കെ, കാർപോർച്ച് ഇവിടെ ആയിരിക്കും അല്ലേ, ഇവിടെയാണ് വരുന്നത് അല്ലേ? അതെ. ഓക്കെ, നമ്മുടെ ബോക്സ് ടൈപ്പ് നമ്മുടെ കുറച്ചധികം റെഫറൻസ് ഉണ്ട്. നമ്മൾ അതും കൂടെ ഒന്ന് ഷെയർ ചെയ്ത് തരട്ടെ? എന്നിട്ട് ഒന്ന് നോക്കിയിട്ട് നമുക്കൊന്ന് ഫിക്സ് ചെയ്യാം, ഫൈനലൈസ് ചെയ്യാം. അപ്പൊ അതും വെച്ച് ഫൈനലൈസ് ചെയ്യാം. അപ്പൊ ഫസ്റ്റ് നമുക്ക് ഷെയർ ചെയ്യുമ്പോഴേ ഞാൻ വേറൊരു നമ്പർ ഇട്ടിരുന്നു, ആ നമ്പറിൽ ഷെയർ ചെയ്താൽ മതി. 9388118836. ഷെയർ ചെയ്താൽ മതി. ഓക്കെ, ഞാൻ ഇപ്പൊ തന്നെ, അതായത് ഈ മീറ്റിംഗ് കഴിഞ്ഞ ശേഷം തന്നെ നമുക്ക് ഷെയർ ചെയ്യാം. അപ്പൊ അവിടെയുള്ള കാര്യങ്ങൾ, അവിടെയുള്ള റെഫറൻസ് അതെല്ലാം ഒന്ന് ഇങ്ങോട്ട് ഷെയർ ചെയ്യണേ. എന്താ പേരെന്താണ്? ഇത് ഞാനിവിടെ അഡ്മിനിസ്ട്രേറ്റർ ആണ്. ഡിസൈനേഴ്സിന് ഞങ്ങളുടെ വർക്ക് കൊടുക്കുമ്പോഴേക്കും ഡിസൈനറായിട്ട് മീറ്റിംഗ് വെക്കാം കേട്ടോ. ഓക്കെ, നമ്മൾ സംസാരിക്കുന്ന ആരുമായിട്ടാണ്? ഇത് അഡ്മിനിസ്ട്രേറ്റർ ആണ്, എന്റെ പേര് ശ്രദ്ധ എന്നാണ്. ഓക്കെ ഓക്കെ. അപ്പോ നമ്മൾ സ്ട്രക്ചർ ഇടുന്ന ഇപ്പോ എന്റെ പേര് അശോക് എന്നാണ്, ഇത് ഗായത്രി. അപ്പൊ റെഫറൻസ് ഞാൻ ഇപ്പൊ തന്നെ ഷെയർ ചെയ്ത് തുടങ്ങാം. സാറിന്റെ കയ്യിലുള്ള റെഫറൻസ് സാറിന് ഷെയർ ചെയ്യണേ. എന്നിട്ട് നമുക്ക് ഫൈനലൈസ് ചെയ്തിട്ട് സ്ട്രക്ചർ വർക്ക് സ്റ്റാർട്ട് ചെയ്യാം. സ്ട്രക്ചർ കംപ്ലീറ്റ് ആയിട്ട് നമുക്ക് ഒരു മീറ്റിംഗ് കൂടെ വെക്കാം. ഓക്കെ, ഈ മറ്റേ ഡിസൈനർ ഇന്ന് വിളിക്കുമോ അതോ? ഡിസൈനറായിട്ടുള്ള മീറ്റിംഗ് ഇന്ന് തന്നെ നമുക്ക് കണ്ടക്ട് ചെയ്യാം. ഞാൻ ടൈം അറിയിക്കാം. അപ്പൊ അടുത്ത മീറ്റിംഗ് ഡിസൈനറുമായിട്ടായിരിക്കും. ശരി, ഓക്കെ.